ഇത്തവണ വളരെ ഗംഭീരമായി തന്നെ പ്രചരണത്തിന്റെ രീതികളിലേക്ക് കടക്കുന്നു. തെക്കൻ കേരളത്തിൽ BJP ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ നോക്കുന്നു. ഇതെല്ലാം അങ്ങനെ തുടരുമ്പോഴും ഇന്ന് 3 മണിക്ക് മാത്രമാണ് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു തീയതി അറിയാൻ കഴിയുക. ഏതായാലും മലയാളികൾക്കൊക്കെ സൗകര്യപ്രദമായ ഒരു തീയതി തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കാം. മാത്രമല്ല ആദ്യഘട്ടത്തിൽ തന്നെ വരുമോ എന്ന കാര്യത്തിലും ഒരു ആശങ്കയുണ്ട്, അല്ലേ ബാലഗോപാൽ? മോത്തി, ഇനി ആ കാത്തിരിപ്പിന് അധിക സമയം വേണ്ട. വൈകിട്ട് 3 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും പുതുതായി ചുമതലയേറ്റ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ആ പ്രഖ്യാപനത്തോടുകൂടി രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതായിരിക്കും. ഏപ്രിൽ 2ാം വാരം ആരംഭിച്ച് മെയ് 3ാം വാരത്തോടെ അല്ലെങ്കിൽ 4ാം വാരത്തോടെ കഴിയുന്ന തരത്തിലുള്ള ഒരു ഷെഡ്യൂളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന സൂചന. ഈ എല്ലാ നടപടിക്രമങ്ങളും മെയ് 31 പൂർത്തിയാക്കുമെന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ കാലാവധി ജൂൺ ആദ്യവാരം അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മെയ്യിൽ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആകാംക്ഷ കേരളത്തിൽ എപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തും എന്നതാണ്. 2019 ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. അതായത് അന്ന് 3ാം ഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. ഉത്സവങ്ങൾ, പരീക്ഷകൾ, കാലാവസ്ഥ എന്നിവയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണയും ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. കാരണം നമ്മുടെ വിഷു, ഈസ്റ്റർ തുടങ്ങിയ ഉത്സവങ്ങളൊക്കെ ഈ ഏപ്രിൽ 2ാം വാരത്തിന് ശേഷമാണ്, 2ാം വാരത്തിലൊക്കെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ ഉള്ള സാധ്യത വിരളമാണ് എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വിപുലമായ സജ്ജീകരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ 4 സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കൂടി ഇന്ന് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ജമ്മു കാശ്മീരിലെ പ്രഖ്യാപനവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന സൂചന. മോത്തി, ബാലഗോപാൽ, അതിനൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും അതീവ ശക്തമായി ഇത്തവണ തുടരും, അല്ലെങ്കിൽ ഇത്തവണ ഏർപ്പെടുത്തും എന്നൊരു വിവരം കൂടി ഉണ്ടല്ലോ. എന്താണ് മൊത്തത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണത്തിന്റെ ഒരു രീതി? മോദി ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കാണ് ഇത്തവണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 97 കോടി പേരാണ്, ജനങ്ങളാണ് ഇത്തവണ ഈ വോട്ടവകാശം അവർക്ക് ഉള്ളത്. രാജ്യത്ത് തന്നെ ഏതാണ്ട് 12 ലക്ഷത്തോളം ഈ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുന്നുണ്ട്. അവിടെ 3,40,000 സുരക്ഷാ സൈനികരെ, കേന്ദ്രസേനാ അംഗങ്ങളെ വിന്യസിക്കുവാനാണ് ഇപ്പോൾ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി 3400 കമ്പനി കേന്ദ്രസേനാ വിഭാഗങ്ങളെ കൈമാറണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് നേരത്തെ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെയും ചില പ്രശ്നബാധിത ബൂത്തുകളിൽ ഈ സുരക്ഷാ വിന്യാസം, കേന്ദ്രസേനാ അംഗങ്ങളുടെ വിന്യാസം ഉണ്ടാകുമെന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ തന്നെ മലപ്പുറം തുടങ്ങിയ ജില്ലകളിലെ ചില പ്രശ്നബാധിത ബൂത്തുകളിലാണ് ഈ കേന്ദ്രസേന വിന്യാസം നടത്താൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഈ കമ്മീഷൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ കേന്ദ്രസേന വിന്യാസം സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതായിരിക്കും. കേരളത്തിലെ ഏതൊക്കെ ബൂത്തുകളിൽ ഈ വിന്യാസം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളും ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. മോത്തി.